സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദുഃഖം എന്തായിരുന്നു? ഒന്ന് പിരിയാൻ കഴിയാത്ത ദുഃഖമായിരുന്നു. എനിക്ക് കാണാൻ കഴിയില്ലെങ്കിൽ എവിടെയും നിൽക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ദുഃഖമായിരുന്നു. എവിടെ നിന്നാലും എവിടെയാണ് മുത്തുനബി, എന്ത് സംഭവിച്ചാലും എന്റെ ഹബീബിന് എന്തു പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സങ്കടമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്നിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് കേൾക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല, അവിടത്തെ കാണാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ തൗഹീദ് അത്രമേൽ ഹൃദയത്തിൽ മുത്തുനബി ഉറപ്പിച്ചു കൊടുത്ത ഉമർ തങ്ങൾക്ക് മുത്തുനബിയെ കാണാത്തൊരു രംഗത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. കാണാൻ പറ്റാതെയാകുമോ എന്ന് തോന്നുമ്പോത്തിനും പെട്ടെന്ന് സ്വബോധം നഷ്ടപ്പെട്ട സംസാരം പുറത്തു വന്നു. എന്ത് പറയണമെന്നറിയാതെ മുത്തുനബിയുടെ വഫാത്തിനെ ഓർക്കാൻ പറ്റാത്ത പോയിന്റിലേക്ക് ആ ലയനം അടുത്തിരുന്നു. അത്രയും കട്ടിയുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. ഞാൻ പറഞ്ഞത്, നമുക്ക് കാണാൻ ഒരു അവസരം കൊതിക്കുമ്പോൾ അവർ നഷ്ടപ്പെടാതിരിക്കാൻ, ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നവരും ഒരു സെക്കൻഡെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നമ്മളും. കാണാൻ കൊതിയാലെ കരയുന്ന കൽബകം കാണാത്തതെന്താണ് പൂത്തിങ്കളെ, കാണാൻ കൊതിയാലെ കരയുന്ന കൽബകം കാണാത്തതെന്താണ് പൂത്തിങ്കളെ. വിരിയുന്നു കൊഴിയുന്നു കാലമാം പൂന്തോപ്പ്, വിരിയാതെ കൊഴിയാതെ ഞാനേകനാ, എന്തുരിയാടും ഞാൻ എന്നിനി കാണും ഞാൻ, എന്നാശ തീർക്കൻ്റെ പൊന്നൊളിവേ, എൻ നെഞ്ചിലെ കിനാവേ, എൻ മോഹമേ നിലാവേ, എന്നാശയാം ഹബീബേ, ഏഴാലമിൻ്റെ നൂറേ.